ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. ഇന്ന് ഞാൻ മീൻമുട്ട പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു അടിപൊളി ഐറ്റമാണ്. തീർച്ചയായും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ആദ്യം തന്നെ മീൻമുട്ടയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചേക്കുന്ന മീൻമുട്ട ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പനനീലെന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് മത്തിയുടെ മീൻമുട്ട കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയിൽ. മീൻമുട്ടയിൽ മസാല പിടിക്കാൻ കുറച്ച് പാടാട്ടോ, നല്ല വഴുവഴുപ്പ് കാണും. ഇനി ഒരു വാഴയിലേക്ക് ഈ മീൻമുട്ട വെച്ച് കൊടുക്കാം. കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മടക്കി എടുക്കാം. ഇപ്പം നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലാണ് യഥാർത്ഥ ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് നമ്മൾ മടക്കി വെച്ചേക്കുന്ന വാഴയിലയും കൂടെ വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് പൊള്ളി വരുമ്പോഴേക്കും നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അടച്ച് വയ്ക്കുന്നത്. ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. മൂടി തുറക്കുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാട്ടോ. നല്ല വാഴയിലയുടെയും മസാലയുടെയും മീൻമുട്ട വെന്തതിൻ്റെയൊക്കെ നല്ല അടിപൊളി മണമാട്ടോ. ഈ ഒരു മണം തന്നെ മതി ചോറ് തിന്നാൻ. അത്രയ്ക്ക് സൂപ്പറാട്ടോ. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നു നോക്കാം. നല്ല അടിപൊളി മീൻമുട്ട പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.